മുത്തങ്ങയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ എം ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു. പ്രതികൾ സമർപ്പിച്ച അപ്പീൽ പരിഗണിച്ചാണ് കോടതിയുടെ ഉത്തരവ്. അതോടൊപ്പം എം ഗീതാനന്ദൻ ഉൾപ്പെടെ പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യവും അനുവദിച്ചു. വിവരങ്ങളുമായി ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ഉമേഷ്, അന്ന് തന്നെ ഈ കേസിൽ ശിക്ഷാവിധി പ്രഖ്യാപിച്ചപ്പോൾ വിധിന്യായത്തിൽ ഹൈക്കോടതി ചില എതിർപ്പുകൾ ഇവരുടെ അപ്പീൽ നൽകിയ സമയത്ത് തന്നെ പ്രകടിപ്പിക്കുകയുണ്ടായിരുന്നല്ലേ? പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരനാണ് എന്ന് അന്തിമ വിധിന്യായത്തിൽ എങ്ങനെ എഴുതും എന്നതടക്കമുള്ള ചോദ്യങ്ങൾ അന്ന് കോടതി ഉന്നയിച്ചത് കണ്ടതാണ്. അതിന്റെ തുടർച്ചയിലാണോ ഇപ്പോൾ ഈ ശിക്ഷ മരവിപ്പിച്ചിരിക്കുന്നത്? അതെ മനു, കോടതി അന്ന് തന്നെ അത്തരത്തിലൊരു പ്രധാനപ്പെട്ട നിരീക്ഷണം നടത്തിയതാണ്. ഈ വയനാട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി, കൽപ്പറ്റ സെഷൻസ് കോടതിയായിരുന്നു വിചാരണ കോടതി. അന്ന് ഉത്തരവ് പറഞ്ഞപ്പോൾ ആ വിധിയിൽ പിഴവുകളുണ്ട് എന്ന് കോടതി നിരീക്ഷിച്ചതാണ്. അത് ഈ എം ഗീതാനന്ദനടക്കം ഉള്ള പ്രതികൾ സമർപ്പിച്ച അപ്പീൽ പരിഗണിക്കുമ്പോഴാണ് കോടതി അന്ന് തന്നെ അങ്ങനെ ഒരു നിരീക്ഷണം നടത്തിയത്. ആ അപ്പീൽ ഇന്ന് വീണ്ടും കോടതി പരിഗണിച്ചപ്പോഴാണ് ഈ പ്രതികൾ ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പ്രതികളുടെയും ശിക്ഷ ഇപ്പോൾ ഹൈക്കോടതി മരവിപ്പിച്ച് ഈ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഈ ജാമ്യം ചില നിബന്ധനകളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഓരോ പ്രതികളും ഗീതാനന്ദൻ ഉൾപ്പെടെ മുഴുവൻ 4 പേരും 46,000 രൂപ വീതം പിഴത്തുക കെട്ടിവെക്കണം. ഒരാഴ്ചയ്ക്കുള്ളിൽ 2 ആൾ ജാമ്യവും നൽകണം എന്നുള്ളതാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ഇനി അപ്പീലിൽ വിശദമായ വാദം കോടതി കേൾക്കും. കോടതി അന്ന് നിരീക്ഷിച്ചത് ഈ വിധിയിൽ പിഴവുകളുണ്ട് എന്നുള്ളതായിരുന്നു. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കും എങ്ങനെയാണ് അന്തിമ വിധിയിൽ എഴുതാനാവുക എന്നൊക്കെ കോടതി ചോദിച്ചതാണ്. അതുകൊണ്ട് വളരെ ഒരു സംശയം, ഈ പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരനാണ് എന്ന് അന്തിമ വിധിയിൽ എങ്ങനെ എഴുതും എന്ന ചോദ്യം സാങ്കേതികപരമായ പ്രശ്നങ്ങളുടെ പേരിൽ വന്നതാണോ, അതോ വിചാരണ വേളയിൽ തെളിവുകളടക്കം വിലയിരുത്തിയതിൽ വീഴ്ചയുണ്ട് എന്ന അർത്ഥത്തിൽ വന്നതാണോ? എങ്ങനെയാണ് നമ്മൾ അതിനെ വായിച്ചെടുക്കേണ്ടത്? മനു, സാധാരണഗതിയിൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി വിചാരണയും സാക്ഷി വിസ്താരവും എല്ലാം പൂർത്തിയാക്കിയാണ് കോടതി കുറ്റക്കാരനായി കണ്ട് ശിക്ഷ വിധിക്കുക. അപ്പോൾ ഒരാൾ കുറ്റക്കാരനാണെന്ന് പറയുമ്പോൾ പൂർണ്ണമായും കുറ്റക്കാരനാണ് എന്ന് തന്നെയാണ് സാധാരണഗതിയിൽ കോടതിയുടെ നിരീക്ഷണത്തിൽ വരേണ്ടത്, അന്തിമ വിധിയിൽ വരേണ്ടത് അങ്ങനെയാണ്. പക്ഷേ ഇത് ഇപ്പോൾ പ്രതികളുടെ ജാമ്യം ഒക്കെ പരിഗണിക്കുന്ന വേളയിലാണ് ഇങ്ങനെ പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കും എന്നൊക്കെ പറഞ്ഞ് ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് അന്തിമ വിധിയാണ്. അന്തിമ വിധിയിൽ എങ്ങനെയാണ് പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കും എന്ന തരത്തിൽ ഈ വിധിയിൽ എഴുതുക എങ്ങനെയാണ്? അതുകൊണ്ട് തന്നെ ഈ ഉത്തരവ് സൂക്ഷ്മമായി പരിശോധിക്കണം എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇനി അപ്പീൽ വിശദമായി കോടതി വാദം കേൾക്കും. അപ്പോൾ ആ വാദം കേട്ട അന്തിമ വിധി പറയുന്നത് വരെ ഇവർക്ക് ഇപ്പോൾ ഇവരുടെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ച് ജാമ്യം അനുവദിച്ചിരിക്കണം. ആ നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇവർക്ക് ഈ 4 പേർക്കും 5 വർഷം കഠിന തടവ്, ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അബ്ദുൽ സലാമിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ 5 വർഷം കഠിന തടവും 10,000 രൂപയുമാണ് അന്ന് കൽപ്പറ്റ കോടതി ശിക്ഷ വിധിച്ചത്. അതാണ് ഇപ്പോൾ കോടതി മരവിപ്പിച്ചിരിക്കുന്നത്. ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.